മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അള്ളാഹു പ്രത്യേകമാക്കിയ ഒരു പ്രവൃത്തി ചെയ്തു. എന്താണത്? കഅബാലയത്തിൻ്റെ നിർമ്മാണം. സ്വന്തം ഇഷ്ടപ്രകാരമല്ല, പടച്ചറബ്ബ് പറഞ്ഞ സ്ഥലത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയം പടുത്തുയർത്തി. എന്നിട്ടും ആ മഹാനായ പ്രവാചകനും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയും പ്രാർത്ഥിച്ചത് എന്താണ്? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, നീ ഞങ്ങളിൽ നിന്നത് സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ റബ്ബേ എന്ന് റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നാം ഏത് രൂപത്തിൽ പ്രാർത്ഥിക്കണം? അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടില്ലേ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. നിശ്ചയമായും തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. ആ നിലക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുമോ എന്ന ഒരു ഭയം നമുക്ക് നല്ലതാണ്. അപ്പോൾ നാം സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കും, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. അതുകൊണ്ട് തന്നെ പെരുന്നാൾ ദിവസത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം നമുക്ക് വേണ്ടിയും നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ. അല്ലാഹു നമ്മിൽ നിന്നും നിങ്ങളിൽ നിന്നും സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കണം.